എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു കിടിലനായിട്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നൂഡിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ തയ്യാറാക്കുന്നത് ബേൽപൂരിയാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നമ്മൾ പൊടിച്ചു കൊടുക്കണം. എല്ലാം ഒരേപോലെ ആകുന്ന രീതിയിൽ പൊടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ചിലത് നമ്മൾ വറക്കുമ്പോൾ ചിലത് ഫ്രൈ ആകും, ചിലത് ഫ്രൈ ആവില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരുവിധം എല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഒരുവിധം എല്ലാതും നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മതിയാവും. ഇനി നമ്മൾ ചൂടായ പാനിലോട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസ് ആണോ ഉള്ളത് ആ നൂഡിൽസ് എടുക്കാം കേട്ടോ. അല്ലാതെ ഈ കമ്പനി തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ടേസ്റ്റ് എന്തായാലും ഒരേപോലെ വരാൻ പോകുന്നുള്ളൂ. ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാതും ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചിലത് ഫ്രൈ ആവാനുണ്ടെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ മറ്റേത് കരിഞ്ഞു പോകും. പിന്നെ ആ പാനിലോട്ട് തന്നെ ഞാൻ പീനട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പീനട്ടൊന്നും ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ ഈ വറുത്ത നൂഡിൽസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു സവോളയുടെ പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു ആപ്പിളിൻ്റെ പകുതി ഭാഗമാണ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് മധുരം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തിട്ടുള്ള പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പീനട്ട് വറുത്തതാണെങ്കിൽ വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ കയ്യിലുള്ളത് വെച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്ത് ചേർക്കുന്നത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അതും നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യം ഇതിലെ ചാറ്റ് മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയും മധുരവും എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ബേൽപൂരി കഴിക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ചാറ്റ് മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണേ. അപ്പോൾ ഇതിൽ കുറച്ച് ചാറ്റ് മസാലേൻ്റെയും കൂടെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല ചേർത്ത് കൊടുത്തു. ബാക്കി പുളിയും ഉപ്പും എരിവൊക്കെ പാകത്തിന് തന്നെയാണുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നൂഡിൽസ് തണുത്തു പോകും. അപ്പം നമ്മുടെ നൂഡിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബേൽപൂരി ഇവിടെ തയ്യാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.